ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ചിത്രമാണ് കണ്ണപ്പ. തെലുങ്കിലുള്ള ഈ ഒരു ചിത്രം മോഹൻലാൽ ആ ഒരൊറ്റ പേരുകൊണ്ട് മലയാളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന സിനിമയായി മാറുകയാണ്. കണ്ണപ്പയുടെ റിലീസ് കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം നെഗറ്റീവ് റിവ്യൂസും കേരളത്തിന് പുറത്ത് മികച്ച റെസ്പോൺസുമാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തെലുങ്ക് ദേശങ്ങളിൽ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറിൽ മാത്രം 1,15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. സിനിമ ആദ്യ റിവ്യൂകളിൽ നമുക്ക് കേട്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഹാഫിൽ സിനിമയ്ക്ക് ഒരു നെഗറ്റിവിറ്റി പറയുന്നു. ലാഗ് തന്നെയാണ്, സിനിമയുടെ ദൈർഘ്യം തന്നെയാണ് പ്രധാന വില്ലൻ. പക്ഷേ ക്യാമിയോ റോളിൽ വന്ന പ്രഭാസ്, മോഹൻലാൽ തുടങ്ങിയവർ ഞെട്ടിച്ചു എന്നുള്ളതാണ് ഭൂരിഭാഗം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരുടെയും അഭിപ്രായം. കേരളത്തിൽ പല റിവ്യൂവേഴ്സും മലങ്കൾട്ട് എന്ന് വിളിക്കുന്നു ഈ ഒരു സിനിമ. ഒരുപക്ഷെ മലയാളിയുടെ ആസ്വാദനവും നമ്മൾ കാണുന്ന സിനിമയുടെ വ്യത്യാസവുമാണ്. ഒരുപക്ഷെ മലയാള സിനിമകൾ പലതും കാണുമ്പോൾ ഇത് തന്നെയാണ് അവിടെയുള്ള തെലുങ്കന്മാരും തമിഴന്മാരും ഹിന്ദിക്കാരുമൊക്കെ പറയുന്നത് എന്നുള്ളതും നമ്മൾ മറക്കേണ്ട കാര്യവുമില്ല. എന്താണെങ്കിലും കണ്ണപ്പ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മോഹൻലാലിൻ്റെ കമ്പനിയായ ആശീർവാദ് പ്രൊഡക്ഷൻസ് തന്നെ റിലീസിന് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചുവെങ്കിലും വളരെ കുറഞ്ഞ ഒരു ആദ്യ ദിനം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് ഗംഭീരമായിട്ടുള്ള ഒരു റെക്കോർഡിലാണ് സിനിമ പോകുന്നത്. തെലുങ്കിൽ നിന്ന് മാത്രമേ സിനിമ 10 കോടി തൊട്ട് 15 കോടിയാണ് ആദ്യ ദിനത്തിൽ നേടാൻ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 25 തൊട്ട് 30 കോടിക്ക് അടുത്തായിരിക്കാം ആദ്യ ദിനത്തിൽ എത്തുന്നു എന്നുള്ള ആ ഒരു പ്രതികരണമാണ്. വമ്പൻ താരനിരയോടുകൂടി വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം ശരിക്കും ഹിന്ദിയിലും തെലുങ്കിലുമൊക്കെ ഒരു ആഘോഷമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഡിവോഷണൽ ടച്ചുള്ള ഈ ഒരു സിനിമ വരുമ്പോൾ ഏറിയ പങ്കും അവിടെ നിന്ന് കേൾക്കുന്നത് അവസാന 40 മിനിറ്റിലെ മികച്ച പ്രകടനമാണ്. പക്ഷേ കേരളത്തിലുള്ള റിവ്യൂവേഴ്സ് പുറത്തുവിടുന്ന, നമ്മൾ സിനിമ കണ്ടിട്ടില്ല, കണ്ട റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പുറത്തുവിടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറും തട്ടിക്കൂട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ട് ബോറടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്നാണ്. അത് നമുക്കറിയാം. ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെയധികം ചുഴിഞ്ഞ് നോക്കുന്ന സിനിമകൾ തന്നെയായിരിക്കാം എല്ലാം. പക്ഷേ ഇവിടെ നമ്മളുടെ സമീപകാലത്ത് 100 കോടിയും അല്ലെങ്കിൽ 50 കോടിയും ഒക്കെ അടിക്കുന്ന സിനിമകൾ അവരും ഇത് തന്നെയായിരിക്കും പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം മലയാളത്തിൽ മാത്രം മുണ്ടും ഒക്കെ മടക്കി കുത്തി നടക്കുകയും അല്ലെങ്കിൽ മറ്റേ ഫാമിലി ഡ്രാമ മെലോ ഡ്രാമയും ഒക്കെ കളിച്ച് നടക്കുന്ന കണ്ണീരുമായി നടക്കുമ്പോൾ അവിടെയൊക്കെ ഉള്ളത് വലിയ രീതിയിൽ വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലാണ് അവരുടെ സിനിമകൾ അവർ കാണുന്നത്. ഇതിനെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സിനിമയെ അവർ വളരെ മോശമായി തന്നെ കാണുകയും ചെയ്യും. അതുതന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു തെലുങ്ക് സിനിമയെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്. നമുക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്താണേലും സിനിമ വലിയ ഒരു വിജയത്തിലേക്ക് തന്നെ നേടുമെന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നത്. എന്താണേലും 200 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി കണക്കാക്കുന്നത്. ആദ്യ ദിനം തന്നെ സിനിമ 30 കോടിക്ക് മുകളിലേക്ക് എത്തും. വരുന്ന വീക്കെൻഡോടുകൂടി തന്നെ സിനിമ 100 കോടിയിലേക്ക് കയറും എന്നുള്ളത് തന്നെയാണ് തെലുങ്കിൽ നിന്നുള്ള ട്രേഡ് അനലിസ്റ്റുകളും അതേപോലെ തന്നെ റിവ്യൂവേഴ്സും ഒക്കെ വിലയിരുത്തുന്നത്. കാത്തിരിക്കാം നമുക്ക് അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട്. എന്തായാലും ഇന്ന് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഹൈദരാബാദൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാം ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത ലെവലിലുള്ള ബുക്കിംഗ് ആണ്. എങ്ങും ഓറഞ്ചോ പച്ചയോ ഇല്ല, എല്ലാം റെഡ് തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലുമാണ്. എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.